അപ്പുറത്തോട്ടത്തിന് നടുക്കൂടിയാ പോകുന്നത്. ഹലോ, രാവിലെയൊക്കെ വരാനാണ് അടിപൊളിയാണ്. രാത്രിയിലൊന്നും ഇതിലെ വരികയേ ചെയ്യില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാലേ ഒന്നും കാണാൻ പറ്റൂല. റോഡും ഭയങ്കര മോശമാണ്. വേണ്ട, റോഡ് കാണുന്നില്ല നിങ്ങൾ. നമ്മുടെ മുണ്ടക്കയത്തടുത്തുള്ള വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിൽ നമ്മൾ വന്നിട്ട് പോവാണ്. എനിക്ക് തോന്നുന്നത് ഇതിന് മുന്നേ കുറേ വർഷങ്ങൾക്ക് മുന്നേ, ഏകദേശം ഒരു 10ഓളം വർഷങ്ങൾക്ക് മുന്നേ ആണ് ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ നമ്മൾ വരുന്നത്. അന്ന് വന്നപ്പോൾ ഓർമ്മയുണ്ട്, കുറേ മണ്ണിനകത്തൂടെയൊക്കെയാ വണ്ടി ഓടിച്ചു വന്നു. ഭയങ്കര പാടായിരുന്നു. ഇപ്പൊ വഴിയൊക്കെ റെഡിയാക്കി കാണുന്നുള്ള ഇതിൽ വന്നതാണ്. നമ്മളിപ്പോൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങി വരുവാണ്. അങ്ങോട്ട് പോകാൻ നേരത്ത് ഒരു 4 കിലോമീറ്ററോളം ദൂരം ഭയങ്കര മോശമായിരുന്നു. ഇതൊന്നും അല്ല, ഇതിനെയൊന്നും മോശം എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ മോശമായിരുന്നു. കുറേ മെറ്റലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് എങ്ങനെയും അമ്പലത്തിൽ എത്തണം എന്നുള്ള ഇതിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അതേ തിരിച്ചു വരുന്ന വഴി വീഡിയോ എടുക്കുവാണ്. ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതാണ്. കോട്ടയം ജില്ലയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് വള്ളിയങ്കാവ് ദേവി ക്ഷേത്രം. ഈ വഴി ഇപ്പം ഇങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ കാറിന് വരേണ്ടതാണ്. ഇതിലെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പ്രത്യേകം പറയാം. അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ബുള്ളറ്റിനെങ്കിലും വരാൻ തോന്നിയായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. ഭയങ്കര പാടാണ് കേട്ടോ. എൻ്റെ സ്കൂട്ടറാണ്, ഞാൻ കുഴിച്ചടിക്കാതെ ഓടിച്ചുകൊണ്ടിരുന്ന സ്കൂട്ടറാണ്. പാവാതെ ഇന്ന് ഓഫ് റോഡ് സ്കൂട്ടറായി മാറി. നല്ല മോശമാണ്. ഒന്നും അല്ല നമ്മൾ ഇനി ആകാൻ പോകുന്നില്ല. ആ ഒരു 4 കിലോമീറ്ററിന് എനിക്ക് ഒന്ന് അരമണിക്കൂറിനുള്ളിൽ ദൂരം എടുക്കും. അതുകൂടി മോശം വഴിയാണേ. ഇപ്പം ആളുകളൊക്കെ കുറഞ്ഞു എന്ന് വെച്ചാൽ ഉച്ച സമയമാകാറായില്ല. എല്ലാവരും വന്ന് തൊഴിലിപ്പൊക്കെ പോവാണ്. നമ്മുടെ പുറകിൽ ഇതേണ്ടേ കാറൊക്കെ വരുന്നുണ്ട്. കണ്ടോ, കാണാൻ പറ്റും ഇല്ല, അങ്ങനെ ദൂരെ വരും. കണ്ടോ, പുറകെ കാണുന്നുണ്ട്. ഫ്രണ്ടിൽ കാറൊക്കെ വരുന്നുണ്ട്. ഞാൻ ഈ കുലുങ്ങുന്നോണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. കാറുകാരൊക്കെ കുടുങ്ങി വരികയാണ്. എനിക്ക് തോന്നുന്നു ഞാനത് വിചാരിച്ച് വഴി വന്നപ്പോൾ ഞങ്ങൾ മാത്രമല്ല സ്കൂട്ടറിൻ്റെ, സ്കൂട്ടറുകാർ ഒത്തിരി പേരുണ്ട് കേട്ടോ. പക്ഷെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണിത്. ഒത്തിരി ആളുകൾ ദൂരെ നിന്നൊക്കെ വരുന്ന ക്ഷേത്രമാണ്. എന്തുകൊണ്ടാണ് ഈ വഴി ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ ഓർമ്മയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതെൻ്റെ 10 വർഷം അടുക്കാറായി ഞാൻ വന്നിട്ട്. അന്നും ഇതിലേക്ക് മോശമായിട്ട് കിടന്നൊരവസ്ഥയായിരുന്നു. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. അതെന്താണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് സത്യമാണ് എനിക്ക് അറിഞ്ഞൂടത്. കുറേ ആൾക്കാരെ കണ്ട ഇവിടെയാണെങ്കിൽ ഈ റോഡിന്റെ മെയിൻ വേറൊരു പ്രത്യേകത, ഇവിടെ വന്ന ആൾക്കാരറിയാം, പിരിവുകാർ ഭയങ്കരമായിട്ടുണ്ട്. ഇത് വേറെ റോഡ് ബ്ലോക്ക് ചെയ്ത ടീംസ്. അയ്യോടെ ഉറക്കം വന്നു. അത് ഉറക്കോ പാവം. ഏതാ പാലം അല്ല, ആ തോട്ടിക്കൂടെ ഇറങ്ങാനും ഒരു വഴി. ഇത് കണ്ട, ഈ തോട്ടിക്കൂടെ വരാനും ഒരു ഓപ്ഷനാണ്. അത് കാണാണ്ട് അല്ല, ഇതിലെ വണ്ടി വരാതിരിക്കും. ഇത് കണ്ടു, ഇതിലെ വരാതിരിക്കാനാണെന്ന് അതോ അങ്ങനെ വഴി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കണ്ടോ, തോട്ടിക്കൂടെ ഇറങ്ങുന്ന രീതി വേറൊരു വഴി അതിലുണ്ടാക്കിയിട്ടുണ്ട്. സ്കൂട്ടറിനൊക്കെ വരാനായിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കാണാനൊക്കെ അടിപൊളിയാണ്. എനിക്കത് രാവിലത്തെ സമയത്ത് കാണാൻ നല്ല കിഡും ഉണ്ടാവും. റോഡും പോകുന്ന ആംബിയൻസ് ഒക്കെ സൂപ്പറാണ്. അല്ല, റോഡ് അയ്യോ, ഇനിയാണ് നമ്മുടെ ദുരിതം തുടങ്ങാൻ പോകുന്നത്. ഒന്നും ആയിട്ടില്ല, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഇനി ആകുന്നതേ ഉള്ളൂ. നല്ല നമ്മൾ കാഞ്ഞിരപ്പള്ളിക്കാർക്കൊക്കെ റബ്ബർ തോട്ടത്തിൽ കൂടിയുള്ള ഒരു നസ്റ്റു ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു നസ്റ്റു പിടിച്ചൊരു യാത്രയാണിത്. ഫുള്ള് റബ്ബർ തോട്ടമാണ്, വേറെ ഒന്നുമില്ല. പിന്നെ ഇടയ്ക്ക് കൈത വരുന്നുണ്ട്. ഞാൻ മൈക്ക് എടുത്തിട്ടില്ല, അതുകൊണ്ട് സൗണ്ട് എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ വഴി ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച പോകുന്നത് കൊണ്ടല്ല. വള്ളിയങ്കാവിലേക്ക് വരാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ഫെബ്രുവരി മാസമാണ്, 2026 എടുത്ത വീഡിയോ ആണ്. നിങ്ങൾ ആദ്യം വഴിയുടെ സ്റ്റാറ്റസ് നോക്കുക. പുറകെ കൂടെ വണ്ടി വരുന്നുണ്ടോ ചേച്ചി? നമ്മുടെ വണ്ടി പോലെ തന്നെ വണ്ടിയാണല്ലോ. ഇച്ചിരിയും കൂടെ അതിന് ടയറിന് വലുപ്പം ഉണ്ടോ എന്ന് സംശയം അല്ലേ? അങ്ങനെ പോകണ്ട കേട്ടോ, ഇത്തിരി പതുക്കെ പോയാൽ തെന്നി വീണെങ്കിൽ. നമ്മൾ ഇറക്കം ഇറങ്ങിയാൽ സുഖമായിരുന്നു. ഇപ്പൊ കയറ്റം ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ട്. കയറ്റം കയറുമ്പോ ഒരു സുഖം കേട്ടോ. ഇറക്കം ഇറങ്ങിയപ്പോ കുറച്ച് പാടായിരുന്നു അല്ലേ? ക്യാമറയിൽ ഇത് എങ്ങനെ കിട്ടും എന്ന് അറിയില്ല അല്ലേ, അത്രയ്ക്ക് മോശം വഴിയാ. മെറ്റല് പൂട്ടി ഇരിക്കുന്ന കണ്ടാ അറിയാം.
ചിലയിടത്തുണ്ടല്ലോ ഭയങ്കര, എനിക്ക് തോന്നുന്നു ഇവര് മെറ്റൽ കൂട്ടിയിട്ടിട്ടേ അത് വണ്ടികൾ വന്ന് നിരന്നു പോയതെങ്ങാണ്ടല്ല, അത് ഇവര് നടുക്ക് കൂടുതല. ഒരു 4 കിലോമീറ്ററോളം ദൂരം ഇങ്ങനെയാണ്. നമ്മളൊരു ഇറക്കം ഇറങ്ങിപ്പോയി ആ വഴി വന്നായിരുന്നോ ഷോർട്ട് കട്ട്? ഇല്ല. ഏറ്റവും വലിയ റിസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ താഴെ കുഴിയാണ്, എന്തേലും തെന്നിപ്പോയ എന്റെ കല്ലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കണം. ആനപ്പിണ്ടത്തിന്റെ മണം വരുന്നുണ്ട്. പശു ഞാൻ വേണേലേ ഇറങ്ങി നടക്കാൻ എനിക്ക് ധൈര്യം പോരാ. സൂക്ഷിച്ചു പോണം. ഇതായിരുന്നു ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള പോർഷൻ. ഏറ്റവും ഭാഗം അല്ലേ? ഇറങ്ങുമ്പോഴായിരുന്നു തോന്നുന്നു ബുദ്ധിമുട്ടല്ലേ? കേറുമ്പോ അത്ര ബുദ്ധിമുട്ടില്ല. ഇവിടെ നിന്നല്ലേ നമ്മള് തിരിഞ്ഞ് ചാൻസ്. ഷോർട്ട് കട്ട് ആണേ. ഇതിലെ പോകുന്നൊരു താഴെ കൂടി ആയിരിക്കും മിക്കവരും പോവുക. ഇതൊരു ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇവിടെ ഉണ്ട് വർക്കൊക്കെ നടക്കുന്ന വേറൊരു ഫ്രൂട്ട് പ്രോ മാക്സ്. ഓ ദേ നോക്കിക്കിരി, ഇത് ഭംഗിയാണ്. അവിടുന്ന് പച്ചപ്പ്, ഇളം പച്ച, കരിമ്പച്ച, എല്ലാം പച്ചയുണ്ട്. ദൈവത്തെ ഓർത്ത് നേരെ നോക്കി വണ്ടി ഓടിക്കും, അല്ലെ ഫോൺ പോയിട്ട് എന്നെ പറയരുത്. ഉരുളങ്കല്ലൊക്കെ കിടക്കുന്നു ആണ്. നല്ല കിടു സ്ഥലമാണ്, സ്ഥലമൊക്കെ സൂപ്പറാ. പക്ഷേ വഴി ഇപ്പൊ ഇത് നന്നായിന്ന് വിചാരിക്കണം, ഇനിയും മോശം വരുന്നത്. ഇപ്പൊ കണ്ടോ, നമുക്ക് താഴോട്ട് ഇറങ്ങി ചെല്ലണം. നമ്മൾ കുറേ ഊടി വഴി കൂടി ഇങ്ങനെ. ഇത് ഷോർട്ട് കട്ടാണേ. അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഇത് ഈ വഴി വന്നാൽ മതി. മറ്റേ വഴിയെക്കാട്ടിലും കുഴപ്പമില്ല. മനസ്സിലാക്കണ്ടല്ലോ, ഈ സൈഡ് ഫുള്ള് ഫെൻസ് ഇട്ടിരിക്കുക. കണ്ടോ, അങ്ങോട്ടൊക്കെ ഫെൻസ് ഉണ്ട്. എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. ഇനി മനുഷ്യര് പറിക്കാതിരിക്കാനാണോ പൈനാപ്പിള്? അത് ഇനി കാട്ടുപന്നി പൈനാപ്പിൾ പറിക്കുവോ? ഇത് താഴെ എല്ലാം കാറ് കിടപ്പുണ്ട്. നല്ല സ്ഥലമല്ലേ? പക്ഷെ അവിടെ തിക്കായിട്ട് ഫോറസ്റ്റ് നിൽക്കുന്നതാണ്. വഴി തീർന്നു. ഇങ്ങോട്ട് അങ്ങോട്ട് മുണ്ടക്കയത്തിനെ കാണുന്നു. കുഴി പോന്നു. അയ്യോ, അവിടുന്ന് മുണ്ടക്കയം എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങോട്ടാന്ന് എനിക്ക് അറിഞ്ഞു പോകും. വണ്ടി ഓട്ടോ കയറി. പച്ചപ്പ് കണ്ടിട്ട് നല്ലതുണ്ട്. ഒരു പച്ച ഓട്ടോ കയറി. എന്തെന്നറിയോ ആൾക്ക്? ഈ കയറ്റം എങ്ങനെ കയറുന്നു? ഇത് താഴേന്നൊരു ഈ റബ്ബറിന്റെ ഇലയുടെയാണോ ഈ പച്ചപ്പ് അവിടെ കണ്ടത്? പുതിയ ഇലയല്ലേ? അതാ ഇത്ര ഈ ലൈറ്റ് ഗ്രീൻ, ഇളം പച്ച. ഇനി നമ്മള് മോശം റോട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മൾ മുന്നേ പോയ അവര് നേരെയാണോ? അവരതിലേ വന്നു തോന്നിട്ടാ. ഈ വഴി വന്നാലും വരാം. നമ്മളിപ്പോ ഷോർട്ട് കട്ട് ചാടിയത്.
ഫുള്ള് റബ്ബർ തോട്ടത്തിൽ കൂടെയുള്ള യാത്രയാണ്. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്കില്ലേ അല്ലേ, ധൈര്യമായിട്ട് വരാം. കാരണം 10 കൊല്ലം കഴിഞ്ഞാലും ഈ വഴി ഇങ്ങനെ തന്നെ കാണുന്നതാണ് എനിക്ക് തോന്നുന്നു. ഈ വഴി വള്ളിയങ്കാവിലേക്ക് വരുന്ന വഴിയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പറയും. 1, റോഡ്. 2, കുറേ സെറ്റ് പിരിവുകാരുണ്ടാവും. വള്ളിയങ്കാവ് വന്നവർക്കറിയാം, ഒരു 2-3 ഇടത്ത് സ്ഥിരമായിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ആദ്യമായിട്ടൊക്കെ വരുന്നവരാണ് പേടിക്കുന്നത് എന്താണ് ഓർത്തിച്ച്. നമ്മൾ മോളിൽ നിന്ന് വന്നപ്പോ വന്ന ഒരു കാറാണ് വരുന്നത്. അമ്മേ അതിപ്പോ ഇവിടെ കുണുങ്ങി കുടുങ്ങി വരുന്നത്. ഈ ഒരു 4 കിലോമീറ്റർ കവർ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് അല്ലേ? അത് കഴിഞ്ഞാൽ കിടുവഴിയെ KK റോഡ് നേരെ പോയാൽ മതി. ഏതാണ്ട് നമ്മുടെ ആ ഒരു മോശം വഴി തീരാറായിരുന്നു അല്ലേ? കുറച്ചു ദൂരം കൂടെ ഉള്ളാവുള്ളൂ, പിന്നെ നല്ല വഴിയായിരിക്കും. ഏറ്റവും മോശം വഴി തീർന്നു അല്ലേ? ഏറ്റവും മോശം ഈ ഒരു കാറ് കുഴി കിടക്കുന്നു. ദൈവത്തെ കുഴിയിൽ കാറ് ഇപ്പൊ പോയൊന്നും ആയിരിക്കുമല്ലോ. ഇപ്പൊ പോയാണ് അത് നേരത്തെ പോയതായിരിക്കും. അത് കിടക്കുന്നുണ്ടോ? ഒരു കാറ് കിടപ്പുണ്ട് കുഴിയിൽ. ഇവിടുന്ന് പോയത് വൃത്തിക്ക് നോക്കാം. പഴയതാ. ദേ കിടക്കുന്നു. അങ്ങോട്ട് പോയി കാറ് കണ്ടില്ല. വണ്ടിയുടെ പേരെന്നാ? പ്രണവോ? എന്റെ തമ്പുരാന്. ഇതുകൊണ്ടാ പണ്ട് കിടക്കുന്ന തോന്നുന്നുണ്ട്. ഇത് ഇവിടുന്ന് സ്കിഡ് അടിച്ച് ഇങ്ങനെ പോയതാണ്. അതെ, അങ്ങോട്ട് പോയ വിഷയം നമ്മള് കണ്ടില്ല. നേരത്തെ വീണതാ. അതിനി എടുക്കുകയില്ലായിരിക്കും. അതൊന്നും ഇനി എടുക്കൂലായിരിക്കും. ഇനി ഇവിടുന്ന് ലാൻഡ്സ്കേപ്പ് മാറിയ പൈനാപ്പിൾ തോട്ടം വേണം കൂടി. പക്ഷേ ഇല്ല, ഇതിനെല്ലാം വേണ്ട. അവിടെ എല്ലാം ഫെൻസ്. എനിക്ക് മനസ്സിലാത്ത ആന ആണോ ആളുകളെ പേടിച്ചിട്ടാണോ ആളുകൾ വന്ന് പൈനാപ്പിൾ കൊണ്ടുവന്നോ? ചിലപ്പോ അങ്ങനെ അറിയില്ല. ഇതിലെ ആളുകളൊക്കെ പോകുന്നല്ലേ, ഒരു ക്യാമറ ഒന്നും ഇല്ലല്ലോ. പന്നിയുടെ ശല്യം ഉണ്ടോന്ന് അറിയില്ല. കണ്ടോ അങ്ങ് മുകളിലോട്ട് അതൊക്കെ കേറി പോടും അല്ലേ? കണ്ടോ അങ്ങ് മലയുടെ മുകളിൽ കേറി പോണോന്ന് അങ്ങനെ ചെല്ലുമ്പോ അറിയാം. രസമുണ്ട് കാണാൻ. കണ്ടോ റബ്ബർ തോട്ടം പൈനാപ്പിൾ തോട്ടം കാണാം. തോട്ടത്തിനാണേപ്പോ വഴി മാത്രം മോശം. ഒക്കെ കിടുക. അവിടെ ചോദിച്ചറിയാം ഇവിടെ അങ്ങനെ വരും. എന്റെ കല്ലൊക്കെ റോഡിൽ കിടക്കുന്നെ. ബസ്സോ? കണ്ടില്ലല്ലോ ചേട്ടാ, അവിടെ ബസ്സൊന്നും കണ്ടില്ല. ഞാൻ ബസ്സിന് പോകാൻ വരുന്നായിരിക്കും. ബസ് ഉണ്ടെന്നല്ലേ? അവിടെ ബസ് ഇല്ലായിരുന്നല്ലോ? ഉണ്ടായിരുന്നോ? ഇല്ല. ചേട്ടാ ഫോൺ വിളിച്ചറിയോ? ചേട്ടന് ബസ് ഇല്ലേ? ഇപ്പൊ നടന്നു ചെല്ലും അല്ലേ? ഇതിലെ ബസ് വരുമായിരിക്കും. ജീപ്പൊക്കെ അവിടെ. കാട്ടിനുള്ളിലെ സ്കൂള് കണ്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ മാമലക്കണ്ടത്തെ സ്കൂള് കണ്ടിട്ടില്ലേ? അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ കുപ്പക്കയം LP സ്കൂൾ, TRNT ഒരു എസ്റ്റേറ്റിനകത്തെ സ്കൂളാണേ. ഉണ്ടോ? മാമലക്കണ്ടത്തെ സ്കൂളിന്റെ അത്രയൊന്നും ഇല്ലെങ്കിൽ ഒരു കാട്ടിനുള്ളിലെ സ്കൂൾ, അതും റബ്ബർ തോട്ടത്തിനുള്ളിലെ സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാം. ചുറ്റോട് ചുറ്റും റബ്ബർ തോട്ടമാണ്.